ഇന്ന് 2024 ആഗസ്റ്റ് 11 ഞായറാഴ്ച. കാതിലെത്തും പത്രങ്ങൾ മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുകയാണ്. ഇത് PT നാസർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ഉരുൾപൊട്ടൽ പ്രദേശവും ആശുപത്രികളിലും ക്യാമ്പുകളിലുമായി കഴിയുന്ന ദുരിതബാധിതരെയും സന്ദർശിച്ചതാണ് ഇന്നെല്ലാ പത്രങ്ങളുടെയും മുഖ്യവാർത്ത. സെബി, അതായത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മേധാവിക്കെതിരെയുള്ള ഹിഡൻബർഗ് റിപ്പോർട്ടുണ്ട്. കേരളം ഇനിയും അതിതീവ്ര മഴയിലേക്ക് പോയേക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. ബാങ്കുകൾക്ക് പലിശ സ്വയം നിശ്ചയിക്കാമെന്ന റിസർവ് ബാങ്ക് തീരുമാനമുണ്ട്. അങ്ങനെ പലതുമുണ്ട് വാർത്തകളിൽ. കേൾക്കാം. തനിച്ചല്ല കേരളം, വയനാടിനെ ചേർത്ത് പിടിച്ച് കണ്ണീരൊപ്പി പ്രധാനമന്ത്രി. മാതൃഭൂമിയിൽ നിന്നുള്ള ആ റിപ്പോർട്ട് വായിക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം, കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട എല്ലാ സഹായവും കിട്ടും എന്ന് പ്രധാനമന്ത്രി പറയുന്നു. പണത്തിൻ്റെ പേരിൽ ഒന്നും മുടങ്ങില്ലെന്ന്, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആളുകളുടെ തൊഴിൽ എന്നിവയ്ക്കുൾപ്പെടെ പ്രത്യേക സഹായം നൽകുമെന്ന് അദ്ദേഹം പറയുന്നു. സാമ്പത്തിക സഹായം തേടി മുഖ്യമന്ത്രി. നഷ്ടം ആയിരക്കണക്കിന് കോടിയുടേത്. വയനാട് ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടമായവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങളെ ചെറുക്കുന്നതിനുള്ള സഹായങ്ങളും നൽകണം. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ രേഖപ്പെടുത്തിയ കുറിപ്പ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് നൽകി. ആയിരക്കണക്കിന് കോടിയുടെ നാശനഷ്ടമാണ് ഉണ്ടായതെന്നും നൽകിയ വിശദമായ നിവേദനം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. വയനാട് സന്ദർശിച്ചതിന് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു. ദുരന്തത്തിൻ്റെ വ്യാപ്തി കണക്കാക്കി കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട വകുപ്പുകൾ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചു വരികയാണെന്ന് നിർദ്ദേശം. ദുരന്തത്തിൻ്റെ വ്യാപ്തി കണക്കാക്കി കേന്ദ്ര സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകൾ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകണമെന്നും പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പ്രധാനമായും ഇതാണ്. ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആഘാതവും കണക്കിലെടുത്ത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിതീവ്ര ദുരന്തമായും ദേശീയ ദുരന്തമായും എത്രയും വേഗം പ്രഖ്യാപിക്കണം. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ അപ്രതീക്ഷിത പ്രകൃതിക്ഷോഭങ്ങൾ നേരിടാൻ മതിയായ സജ്ജീകരണങ്ങൾ കേരളത്തിന് വേണം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, നാഷണൽ സീസ്മിക് സെൻറ്റർ, ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളുടെ പ്രത്യേക കേന്ദ്രങ്ങളും അത്യാധുനിക പഠന സൗകര്യങ്ങളുള്ള പ്രാദേശിക ഓഫീസുകളും സംസ്ഥാനത്ത് തുടങ്ങണം. കാലാവസ്ഥാ നിരീക്ഷണത്തിനായി ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. കാലാവസ്ഥാ പഠനത്തിനായി സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ്, കേരള ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്ഷൻ മിഷൻ എന്നിവയ്ക്ക് സാമ്പത്തിക സഹായവും പിന്തുണയും നൽകണം എന്നൊക്കെയാണ് മുഖ്യമന്ത്രിയോട് പ്രധാനമന്ത്രി ചോദിച്ചത്. മാതൃഭൂമിയിലെ കോപ്പിയാണ് നമ്മൾ വായിച്ചത്. മലയാള മനോരമയിൽ മറ്റൊരു തരത്തിൽ കുറച്ചുകൂടി വിശദമാക്കിയിട്ടുണ്ട്. അതിങ്ങനെയാണ്. കൽപ്പറ്റ. കേന്ദ്ര സഹായം ലഭിച്ചില്ലെന്ന കാരണത്താൽ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുടങ്ങില്ലെന്നും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഉദാര മനസ്സോടെ പരിഗണിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി. ദുരന്തം നേരിടുന്നതിൽ കേരളം ഒറ്റയ്ക്കല്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും പുനരധിവാസത്തിനും കേന്ദ്ര സഹായമുണ്ടാകും. ദുരന്ത മേഖലകളും ക്യാമ്പുകളും ആശുപത്രിയും സന്ദർശിച്ചതിന് ശേഷം നടന്ന അവലോകന യോഗത്തിലാണ് രാജ്യം കേരളത്തിനൊപ്പമുണ്ടെന്ന ഉറപ്പ് പ്രധാനമന്ത്രി നൽകിയത്. വയനാട്ടിലുണ്ടായ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ദുരന്തത്തിനിരയായവരുടെ നഷ്ടമായ സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ എല്ലാ സഹായവും ചെയ്യും. ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രിയിലുമൊക്കെ കണ്ടവരിൽ നിന്ന് അവർ അനുഭവിച്ച ദുഃഖം മനസ്സിലാക്കാൻ കഴിഞ്ഞു. കേരളത്തിന് എന്താവശ്യമുണ്ടെങ്കിലും കേന്ദ്രത്തെ അറിയിക്കാം. മുഖ്യമന്ത്രിയോട് വിശദമായ നിവേദനം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദുരന്ത മേഖലയിൽ സ്കൂൾ, റോഡ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് കേന്ദ്രം ഒപ്പമുണ്ടാകും. ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ തന്നെ കേന്ദ്രം ഇടപെട്ടിരുന്നു. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊപ്പമാണെന്നും രാജ്യം ആരെയും കൈവിടില്ലെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. നിശ്ചയിച്ചതിലും 1.5 മണിക്കൂറിലേറെ വയനാട്ടിൽ ചെലവഴിച്ച ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ദുരന്ത മേഖലയിൽ ഹെലികോപ്റ്റർ നിരീക്ഷണം നടത്തിയതിനു ശേഷം കൽപ്പറ്റയിൽ ഇറങ്ങിയ അദ്ദേഹം തുടർന്ന് മുണ്ടക്കൈ, ചൂരൽമല പ്രദേശത്തേക്ക് എത്തി. ചൂരൽമലയിൽ നിന്ന് 700 മീറ്ററോളം നടന്ന് വെള്ളാറമല സ്കൂളിന് സമീപത്തും പിന്നീട് മുണ്ടക്കൈയിലേക്കുള്ള ബെയിലി പാളത്തിനടുത്തും നരേന്ദ്രമോദി എത്തി. തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും ആശുപത്രിയിൽ കഴിയുന്നവരെയും നേരിൽ കണ്ടു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു എന്നിവരും ഹെലികോപ്റ്ററിലുണ്ടായിരുന്നു.
അവലോകന യോഗത്തിന് ശേഷം വൈകിട്ട് 5:17 കൽപ്പറ്റയിൽ നിന്ന് മടങ്ങിയത്. സാന്ത്വനയാത്ര ഉള്ളുനീറി പ്രധാനമന്ത്രി. വയനാട് ഓർമ്മിപ്പിച്ചത് മോർബി ദുരന്തത്തെ എന്ന് പ്രധാനമന്ത്രി അവലോകന യോഗത്തിന് ശേഷം സംസാരിച്ചപ്പോൾ പറഞ്ഞു. അത് മാതൃഭൂമി എടുത്തു ചേർത്തിട്ടുണ്ട്. കൽപ്പറ്റ വയനാട്ടിലെ ദുരന്തഭൂമിയിലെ കാഴ്ചകൾ ഓർമ്മിപ്പിച്ചത് 1979 ഗുജറാത്തിനെ ദുഃഖത്തിലാഴ്ത്തിയ മോർബി ദുരന്തത്തെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവിടെ രക്ഷാദൗത്യത്തിൽ പ്രവർത്തിച്ച അനുഭവവും അദ്ദേഹം പങ്കുവച്ചു. കലക്ട്രേറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പ്രധാനമന്ത്രി ഈ ഓർമ്മ പങ്കുവച്ചത്. വയനാട്ടിൻ്റെ ദുരന്താവസ്ഥ എൻ്റെ മനസ്സിനെ വല്ലാതെ ഉരച്ചു. മോർബി ദുരന്ത സമയത്ത് ഞാൻ സന്നദ്ധ പ്രവർത്തകനായിരുന്നു. ആ ദുരന്തം കണ്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. ആ അനുഭവം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, മോദി പറഞ്ഞു. 1979 ഓഗസ്റ്റ് 11 ഗുജറാത്തിലെ രാജ്കോട്ടിൽ മാക്ചു അണക്കെട്ട് പൊട്ടിയാണ് രാജ്യത്ത് നെടുക്കിയ ദുരന്തമുണ്ടായത്. അന്ന് മോർബി നഗരത്തിൽ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 25,000-ഓളം പേർ മരിച്ചതായാണ് ഏകദേശ കണക്ക്. 60,000 ആളുകൾ താമസിച്ചിരുന്ന മോർബി നഗരത്തിൽ 4 മീറ്ററോളം ഉയരത്തിലാണ് വെള്ളം പൊങ്ങിയത്. 100 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് കണക്ക്. മോർബി ദുരന്ത വാർഷികമാണ് ഞായറാഴ്ച എന്നൊരു പ്രത്യേകതയും ഉണ്ട്. എന്നിരുന്നാലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുമുണ്ട്. മാതൃഭൂമിയിൽ അതുമുണ്ട്. ന്യൂഡൽഹി വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. UPA ഭരണകാലത്ത് 2013 ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇക്കാര്യം ലോക്സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ നിലപാട്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം ഇത് പരിശോധിക്കാൻ തയ്യാറാകുന്നില്ലെന്നും കേന്ദ്രം പറയുന്നു. പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വകുപ്പില്ലെന്നാണ് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കിയത്. ദുരന്തത്തിൻ്റെ വ്യാപ്തി, സഹായം നൽകേണ്ടതിൻ്റെ ആവശ്യകത, പ്രതിസന്ധി നേരിടുന്നതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശേഷി തുടങ്ങിയ ഘടകങ്ങൾ പരിശോധിച്ചതിന് ശേഷം സഹായം നൽകാറുണ്ട്. അടിയന്തര ദുരിതാശ്വാസവും സഹായം എത്തിക്കുന്നതിനുമാണ് മുൻഗണനയെന്നും സംസ്ഥാന സർക്കാരുകളാണ് പ്രാഥമിക ഉത്തരവാദിത്തം വഹിച്ച് സുരക്ഷാ മാർഗങ്ങളും ആശ്വാസ നടപടികളും സ്വീകരിക്കേണ്ടതെന്നും അന്ന് മന്ത്രി രേഖാമൂലം അറിയിച്ചെന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. വയനാട്ടിൽ അടിയന്തര സഹായം എത്തിച്ചെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. വിവിധ സുരക്ഷാ വിഭാഗങ്ങളിൽ 1200 പേരടങ്ങിയ സംഘത്തെ രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിച്ചു. 30 പേരെ രക്ഷിക്കാനും 520 പേരെ ഒഴിപ്പിക്കാനും 112 മൃതദേഹങ്ങൾ കണ്ടെത്താനും NDRF സംഘത്തിന് കഴിഞ്ഞു. പ്രശ്നബാധിത മേഖലകൾ അന്തർ മന്ത്രാലയ കേന്ദ്ര സംഘം IICT സന്ദർശിച്ചെന്നും ദുരിതാശ്വാസ ഫണ്ട് നൽകാൻ യുക്തമായ നടപടി സ്വീകരിച്ചെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അതങ്ങനെയാണ്. അത് സംബന്ധിച്ച വാർത്തകൾ അങ്ങനെ പലതുമുണ്ട്, അങ്ങനെ കിടക്കുന്നു. മഞ്ഞ കാർഡുള്ളവർക്ക് ഇത്തവണയും സൗജന്യ ഓണക്കിറ്റുണ്ടായിരിക്കും. മനോരമയിലാണ് ഈ അറിയിപ്പുള്ളത്. തിരുവനന്തപുരം മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തവണയും സൗജന്യ ഓണക്കിറ്റ് നൽകും. 5.87 ലക്ഷം പേർക്കാണ് കിറ്റ് ലഭിക്കുക, ഏതാണ്ട് 6 ലക്ഷം വരെ. വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികളിൽ 4 പേർക്ക് 1 എന്ന കണക്കിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ കിറ്റുകൾ നൽകും. കിറ്റ് നൽകുന്നതിന് 35 കോടി രൂപയാണ് സർക്കാരിന് ചെലവ് വരുന്നത്. സപ്ലൈകോയുടെ ഓണച്ചന്തകൾ അടുത്ത മാസം 4 തുടങ്ങും. ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിക്കും. എല്ലാ ജില്ലകളിലും ഓണച്ചന്തകൾ പ്രവർത്തിക്കും. അതിനു പുറമെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1 വീതം ചന്തകളുണ്ടാകും. ഉത്രാടം വരെ ഇവ പ്രവർത്തിക്കും. അവസാന 5 ദിവസങ്ങളിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികളും ഓണച്ചന്തകളിലൂടെ വിൽക്കും. ഓണത്തിന് പ്രത്യേകമായി അരിയും പഞ്ചസാരയും നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്നും ഭക്ഷ്യ സിവിൽ വകുപ്പ് അറിയിച്ചു. ചന്തകളുടെ നടത്തിപ്പിനായി മറ്റും 500 കോടി രൂപ നൽകണമെന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചെങ്കിലും 100 കോടി മാത്രമാണ് നൽകിയത്. അതങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അദാനി ഗ്രൂപ്പിൻ്റെ നിഴൽ കമ്പനികളിൽ സെബി അധ്യക്ഷയ്ക്ക് നിക്ഷേപമെന്ന് ആക്ഷേപം. പുതിയ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. മാധ്യമത്തിൽ നിന്നാണ് ഈ കോപ്പി വായിക്കുന്നത്. ന്യൂഡൽഹി ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചനും ഭർത്താവിനും അദാനി ഗ്രൂപ്പിൻ്റെ വിദേശ രഹസ്യ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്ന് വെളിപ്പെടുത്തലുമായി ഹിഡൻബർഗ്. നേരത്തെ തങ്ങൾ പുറത്തുവിട്ട അദാനി ഓഹരി തട്ടിപ്പിൽ വിശദമായ അന്വേഷണത്തിന് സെബി തയ്യാറാകാതിരുന്നതിന് ഈ ബന്ധം കാരണമാണെന്നും ശനിയാഴ്ച പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിക്ക് വലിയ നിക്ഷേപമുള്ള കമ്പനിയിലാണ് ബുച്ചും ഭർത്താവും നിക്ഷേപിച്ചത്. ബർമുഡയിലും മൊറീഷ്യസിലുമായുള്ള ഈ കടലാസ് കമ്പനി 2015 കാലത്തായിരുന്നു ഇവരുടെ നിക്ഷേപം.
2017 മാധവി ബുച്ച് സെബി മുഴുവൻ സഭ അംഗമാകുന്നത്. 2022 അധ്യക്ഷയുമായി. ബുച്ച് സെബിയിൽ ചുമതലയേൽക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് ഇരുവരുടെയും പേരിലെ നിക്ഷേപങ്ങൾ പൂർണ്ണമായും തൻ്റെ പേരിലാക്കാൻ അവരുടെ ഭർത്താവ് അപേക്ഷിച്ചിരുന്നതായും റിപ്പോർട്ട് ആരോപിക്കുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഹിഡൻബർഗ് അദാനി ഗ്രൂപ്പിനെതിരെ പുറത്തുവിട്ട റിപ്പോർട്ട് ഓഹരി വിപണിയിൽ കൂപ്പുകുത്തലിന് കാരണമായിരുന്നു. അദാനി കമ്പനിയിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുവെന്നായിരുന്നു ആരോപണം. വിദേശ രാജ്യങ്ങളിൽ കടലാസ് കമ്പനികൾ സ്ഥാപിച്ച് സ്വന്തം കമ്പനി ഓഹരികളിലേക്ക് നിക്ഷേപമൊഴുക്കി ഓഹരി വില പെരുപ്പിച്ചുവെന്നും ഈ ഓഹരികൾ പിന്നീട് നൽകി വായ്പകൾ ലഭ്യമാക്കിയെന്നും ഈ ഓഹരികൾ ഈട് നൽകി വായ്പകൾ ലഭ്യമാക്കിയെന്നുമായിരുന്നു അദാനിക്കെതിരെയുള്ള പ്രധാന ആരോപണം. അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വിപണി മൂല്യത്തിൽ ഏകദേശം 12.5 ലക്ഷം കോടി രൂപയുടെ ഇടിവിന് ഇത് കാരണമായി. വിപണി ഗവേഷണം നടത്തി ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട് വിപണിയിൽ ഇടിവിന് വഴിയൊരുക്കുകയും അതിനു മുൻപ് ഷോർട്ട് സെല്ലിംഗ് നടത്തി ലാഭമുണ്ടാക്കുകയാണ് ഹിഡൻബർഗിൻ്റെ രീതി എന്നാണ് മാധ്യമത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിഡൻബർഗിൻ്റെ റിപ്പോർട്ടിനെ എങ്ങനെ വിശ്വസിക്കും ആവും? സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരെ എത്തിയ അദാനി ഹിഡൻബർഗ് കേസിൽ സെബി അന്വേഷണം നടത്തുന്നുണ്ട്. ബാങ്കുകൾക്ക് സ്വയം പലിശ നിശ്ചയിക്കാം എന്ന് റിസർവ് ബാങ്ക് പറയുന്നതായി കേരള കൗമുദിയുടെ 1-ാം പേജിലുള്ള ഒരു റിപ്പോർട്ടാണ്. കൊച്ചി പലിശ നിയന്ത്രണം എടുത്തു കളഞ്ഞതിനാൽ നിക്ഷേപങ്ങളുടെയും വായ്പകളുടെയും നിരക്ക് നിശ്ചയിക്കാൻ വാണിജ്യ ബാങ്കുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് വ്യക്തമാക്കി. റിസർവ് ബാങ്ക് ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ യോഗത്തിനു ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമനൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓരോ ബാങ്കിനും നിക്ഷേപങ്ങളുടെ വായ്പകളുടെ പലിശ സ്വമേധയാ നിശ്ചയിക്കാം. ഓരോ ബാങ്കിനും നിക്ഷേപങ്ങളുടെയും വായ്പകളുടെയും പലിശ സ്വമേധയാ നിശ്ചയിക്കാം. വായ്പ നിക്ഷേപ അനുപാതത്തിലെ പൊരുത്തക്കേടുകളിൽ ആശങ്കകൾ ഗൗരവത്തോടെ പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന ബിസിനസ്സായ നിക്ഷേപ സമാഹരണത്തിലും വായ്പാ വിതരണത്തിലുമാണ് ബാങ്കുകൾ ശ്രദ്ധിക്കേണ്ടതെന്നും ധനമന്ത്രി പറഞ്ഞു. നിക്ഷേപ സമാഹരണത്തിലെ തളർച്ച ആശങ്കാജനകമാണ്. ഗാർഹിക ചെറുകിട നിക്ഷേപകർക്ക് പോലും ഓഹരി വിപണി പോലുള്ള മേഖലകളിൽ മികച്ച വരുമാനം ലഭിക്കുന്നു. നൂതനവും ആകർഷകവുമായ ധനകാര്യ ഉൽപ്പന്നങ്ങൾക്ക് രൂപം നൽകി ബാങ്കുകൾക്ക് വ്യക്തിഗത നിക്ഷേപങ്ങൾ ആകർഷിക്കണമെന്നും ധനമന്ത്രി പറഞ്ഞു. വായ്പകളുടെ പലിശ ബാങ്കുകൾ കൂട്ടി എന്നും ഇതോടൊപ്പം വാർത്തയുണ്ട്. ധന അവലോകന യോഗത്തിൽ തുടർച്ചയായ 9-ാം തവണയും റിസർവ് ബാങ്ക് മുഖ്യനിരക്ക് മാറ്റിയില്ലെങ്കിലും വായ്പാ പലിശ ബാങ്കുകൾ സ്വമേധയാ വർദ്ധിപ്പിച്ചു. ബാങ്ക് ഓഫ് ബറോഡ, യൂക്കോ ബാങ്ക്, കനറ ബാങ്ക് തുടങ്ങിയ പൊതുമേഖലാ ബാങ്കുകൾ വായ്പയുടെ പലിശ 0.05% വർദ്ധിപ്പിച്ചു. ഏറ്റവും കുറഞ്ഞ പലിശ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ബന്ധിത നിരക്കിലാണ് വർധന. കേരളം വീണ്ടും അതിശക്തമായ മഴയിലേക്ക്. ഈ റിപ്പോർട്ട് 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നത് മംഗളം പത്രമാണ്. ബൈജു ബാസി കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രവചനം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി റഡാർ ഗവേഷണ വിഭാഗത്തിൻ്റേതാണ്. റിപ്പോർട്ട് ഇങ്ങനെയാണ്. കൊച്ചി സംസ്ഥാനം വീണ്ടും തീവ്രമോ അതിതീവ്രമോ ആയ മഴയുടെ പിടിയിലേക്ക്. ഇത് സംബന്ധിച്ച് ശക്തമായ സൂചനകളാണ് കാലാവസ്ഥാ ഗവേഷകർ നൽകുന്നത്. ഈ മാസം 3-ാം വാരം മുതൽ 2 ആഴ്ചത്തേക്കാണ് മഴ സാധ്യത നിലനിൽക്കുന്നത്. 2018 പ്രളയമുണ്ടായതും ഓഗസ്റ്റിലെ സമാന കാലയളവിലാണെന്നത് ആശങ്കയുണർത്തുന്നുണ്ട്. ആഗോള മഴപ്പാത്തിയായ മാഡൻ ജൂലിയൻ ഓസിലേഷൻ ആഗസ്റ്റ് 3-ാം വാരത്തോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് മഴയ്ക്ക് കാരണമാകുക. മഴമേഘങ്ങളുമായി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടുള്ള കാറ്റിൻ്റെ പ്രയാണമാണ് ആഗോള മഴപ്പാത്തി. ഇതുമൂലം അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴികളും ന്യൂനമർദ്ദങ്ങളും രൂപമെടുക്കാനുള്ള സാധ്യതയേറിയിട്ടുണ്ട്. തീവ്രമോ അതിതീവ്രമോ ആയ മഴയ്ക്കാണ് സാധ്യതയെന്നും സെപ്റ്റംബർ ആദ്യവാരം വരെ മഴ നീണ്ടു നിൽക്കാമെന്നുമാണ് അനുമാനമെന്നും കുസാറ്റ് റഡാർ ഗവേഷണ വിഭാഗം ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് വ്യക്തമാക്കി. ന്യൂനമർദ്ദങ്ങളുടെയും ചക്രവാത ചുഴിയുടെയും ഫലമായുണ്ടാകുന്ന മഴക്കാറ്റിൻ്റെ ദിശ ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. കരയിലേക്കാണ് കാറ്റിൻ്റെ ദിശയെങ്കിൽ കേരളത്തിൽ മഴ കനക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ മഴപ്പാത്തി കടന്നു പോകുമ്പോൾ തന്നെ പസഫിക് മേഖലയിൽ എൽനിനോ കടൽ തണുക്കുന്ന ലാനിന എന്ന അവസ്ഥയിലേക്ക് മാറുന്നതും മഴ കൂടാൻ ഇടയാക്കും. മണിക്കൂറിൽ 100.5 മില്ലിലിറ്റർ മുതൽ 200.5 മില്ലിലിറ്റർ വരെ മഴ പെയ്യുന്നതാണ് തീവ്രമഴ. 200.5 മുകളിൽ അതിതീവ്ര മഴയായി കണക്കാക്കും. ഇതുണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ. സെക്രട്ടേറിയറ്റിൽ വരുന്നു പുതിയ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ. മുഖ്യമന്ത്രിയുടെ ബ്ലോക്കിലാണ് പ്രവർത്തനം. അടിയന്തര ദുരന്ത സാഹചര്യം നേരിടാൻ സംസ്ഥാനത്ത് 2ാമതൊരു സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ സ്ഥാപിക്കുന്നതിനു നടപടികൾ സർക്കാർ വേഗത്തിലാക്കുന്നു. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന നോർത്ത് ബ്ലോക്കിൽ സെൻറ്റർ ആരംഭിക്കുന്നതിന്
19.2 ലക്ഷം രൂപയുടെ IT ഉപകരണങ്ങൾ ഉടൻ വാങ്ങും. ഈ ടെൻഡർ പ്ലാറ്റ്ഫോം വഴി ടെൻഡർ വിളിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അനുമതി നൽകി. അതോറിറ്റിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം ചെലവഴിക്കും. ലോകബാങ്കിൻ്റെ മാർഗരേഖ അടിസ്ഥാനപ്പെടുത്തി IT ഉപകരണങ്ങൾ വാങ്ങാനാണ് നിർദ്ദേശം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ആസ്ഥാന മന്ദിരത്തിലാണ് ഇപ്പോഴുള്ള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ. മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർക്കും കൂടി മുഴുവൻ സമയവും ഏകോപനത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതിനാണ് രണ്ടാം സെൻറ്റർ സെക്രട്ടേറിയറ്റിൽ സ്ഥാപിക്കുന്നത്. ആധുനിക പ്രതികരണവും വേഗത്തിലുള്ള പ്രതികരണവും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ആശയവിനിമയവും സെൻട്രൽ സാധ്യമാകും. സായുധസേനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ആകും. അതും നേരത്തെ പറഞ്ഞ മുന്നറിയിപ്പുമായി ബന്ധമുണ്ടോ എന്നറിയില്ല. ഏതായാലും അങ്ങനെ ഒരു വാർത്ത ഇന്ന് പത്രങ്ങളിലുണ്ട്. വെള്ളക്കെട്ടിൽ അമർന്ന് ഡൽഹി, അവിടെയുമുണ്ട് അങ്ങനെ. ന്യൂഡൽഹി തുടർച്ചയായ രണ്ടാം ദിവസവും മഴ കനത്തതോടെ കനത്ത വെള്ളക്കെട്ടിൽ അമർന്ന് രാജ്യ തലസ്ഥാനം. പ്രധാന റോഡുകളിൽ വെള്ളമുയർന്നതോടെ ഗതാഗത കുരുക്കും രൂക്ഷമായി. ദ്വാരകയിൽ മരം വീണതിനെ തുടർന്ന് സ്കൂളിൻ്റെ മതിൽ തകർന്ന് 2 പേർക്ക് പരിക്കേറ്റു. ദ്വാരകയിലെ ബാബ ഹരിദാസ് നഗറിൽ കനത്ത മഴയ്ക്കിടെ മരം കടപുഴകി MDC സ്കൂളിൻ്റെ ചുറ്റുമതിൽ തകർന്ന് വീഴുകയായിരുന്നു. പരിസരത്ത് നിന്നിരുന്ന 2 പേർ മരത്തിനും അവശിഷ്ടങ്ങൾക്കും ഇടയിൽ കുടുങ്ങി. ഇവരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിഴക്കൻ ഡൽഹി, തെക്കുകിഴക്കൻ ഡൽഹി, സെൻട്രൽ ഡൽഹി എന്നിവിടങ്ങളിലെ പലയിടത്തും വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റോഹ്തക് റോഡിൽ വെള്ളക്കെട്ട് മൂലം വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതായി ഡൽഹി ട്രാഫിക് പോലീസ് അറിയിച്ചു. ഡൽഹി വിമാനത്താവളത്തിലെ കാർഗോ ഏരിയ പൂർണ്ണമായും വെള്ളത്തിനടിയിലായതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ട്. മഴ തുടരുന്നതോടെ ഡൽഹിയിലെ കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസായി. ഇത് ഈ സീസണിലെ ശരാശരിയേക്കാൾ 1.2 ഡിഗ്രി സെൽഷ്യസ് കുറവാണെന്ന് അധികൃതർ അറിയിച്ചു. ഒളിമ്പിക്സിന് ഇന്ന് സമാപനം. പാരീസ് കണ്ണടക്കുന്നു. ദേശാഭിമാനിയുടെ 1-ാം പേജിൽ പാരീസ്. കളിയുടെ വിസ്മയ കാഴ്ചകൾ ഒരുക്കിയ പാരീസ് മറയുന്നു. 17 നാൾ ലോകത്തെ ത്രസിപ്പിച്ച ഒളിമ്പിക്സിൻ്റെ ദീപം ഞായറാഴ്ച രാത്രിയാണയും. ഉദ്ഘാടന ചടങ്ങിലെന്ന പോലെ സമാപനത്തിലും അത്ഭുതങ്ങൾ ഒളിപ്പിച്ച് കാത്തിരിക്കുകയാണ് സ്വപ്ന നഗരം. മത്സരങ്ങൾ രാത്രി 9 അവസാനിക്കും. 80,000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റഡി ഫ്രാൻസിസ് സ്റ്റേഡിയത്തിൽ 12:30 മുതൽ സമാപന ചടങ്ങ് തുടങ്ങും. 2 മണിക്കൂർ നീളുന്ന വിടവാങ്ങൽ ചടങ്ങിൽ അത്ലറ്റുകൾ മാർച്ച് ഫാസ്റ്റിൽ അണിനിരക്കും. കളിയിൽ നിന്ന് വിരമിച്ച ഹോക്കി ഗോൾ കീപ്പർ PR ശ്രീജേഷും ഷൂട്ടിംഗ് താരം മനു ഭാകറും ഇന്ത്യയ്ക്കായി ദേശീയ പതാകയേന്തും. ഓവറോൾ കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാണ്. തുടർച്ചയായി 4ാം കിരീടമണിയാൻ വെമ്പുന്ന അമേരിക്കയെ ചൈന പിടിച്ചുകെട്ടുന്നു. കൂടുതൽ സ്വർണം കിട്ടുന്ന ടീമിനാണ് ചാമ്പ്യൻ പട്ടം. അവസാന ദിവസത്തെ മത്സരങ്ങൾ ജേതാക്കളെ നിർണ്ണയിക്കും. അത്ലറ്റിക്സിൽ വനിതാ മാരത്തൺ ബാക്കിയുണ്ട്. ഹാൻഡ്ബോൾ, വാട്ടർ പോളോ, സൈക്ലിംഗ്, ഗുസ്തി, ബാസ്ക്കറ്റ്ബോൾ, വോളിബോൾ ഫൈനലുകളുണ്ട്. ഈ ഒളിമ്പിക്സിലെ അവസാന മത്സരം വനിതാ ബാസ്ക്കറ്റ്ബോൾ ഫൈനലാണ്. ഇന്ത്യക്ക് ഇത്തവണ 1 വെള്ളി മെഡലടക്കം 6 മെഡലാണ്. കഴിഞ്ഞ തവണ ടോക്കിയോയിൽ സ്വർണ്ണത്തോടെ 7 മെഡലുകളുണ്ടായിരുന്നു. അടുത്ത ഒളിമ്പിക്സ് 2022 അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലാണ്. ആതിഥേയരാവുന്നത് 3ാം തവണയാണ്. ഒളിമ്പിക്സ് നഗരിയിൽ നിന്നുള്ള പ്രത്യേകത തോന്നുന്ന ഒരു റിപ്പോർട്ട് മനോരമയിൽ നിന്ന് വായിക്കാം. വിദ്വേഷത്തിന് ഇമാൻ്റെ മറുപടി സ്വർണ്ണപ്പഞ്ച്. ഇമാൻ ഖലീഫ് സ്വർണ്ണ മെഡലുമായി നിൽക്കുന്നതാണ് ചിത്രം. ഇമാൻ ഖലീഫ് എന്നാൽ അൾജീരിയൻ വനിതാ ബോക്സറാണ്. പക്ഷേ അവർ ശരീരശാസ്ത്രപരമായി പുരുഷനാണ്, ജീവശാസ്ത്രപരമായി പുരുഷനാണ് എന്ന ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വിദ്വേഷ പ്രചാരണത്തിനിരയായ ഇമാൻ ഖലീഫിന് ബോക്സിംഗ് സ്വർണം. പാരീസ്. ലിംഗനീതി വിവാദത്തെ തുടർന്ന് രാജ്യാന്തര തലത്തിൽ വിദ്വേഷ പ്രചരണത്തിനിരയായ അൾജീരിയൻ വനിതാ ബോക്സർ ഇമാൻ ഖലീഫിന് ഒടുവിൽ സുവർണ പുഞ്ചിരി. വെൽറ്റർ വെയ്റ്റ് വിഭാഗം ഫൈനലിൽ ചൈനയുടെ ലീ യുയാങ്ങിനെ 5-0 കീഴടക്കി സ്വർണം നേടിയ ഇമാൻ എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞത്. അൾജീരിയൻ പതാക വീശി ഇമാൻ്റെ ഓരോ പഞ്ചിനും ആരവമുയർത്തിയ ആരാധകർ താരത്തിന് പിന്തുണ നൽകി. മത്സരം പൂർത്തിയായതിനു ശേഷം പരിശീലകർക്കൊപ്പം ഇമാൻ വിജയാഘോഷവും നടത്തി. 8 വർഷത്തെ കാത്തിരിപ്പിൻ്റെയും തയ്യാറെടുപ്പിൻ്റെയും ഫലമാണ് ഈ സ്വർണമെന്ന് ഇമാൻ പറഞ്ഞു. ഈ കാലം അത്രയും ഇതായിരുന്നു സ്വപ്നം. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഈ വിജയത്തെ കൂടുതൽ മധുരതരമാക്കുന്നു. ഭാവി ഒളിമ്പിക്സിൽ ഇത്തരം ആക്രമണങ്ങൾ അത്ലറ്റുകൾക്കെതിരെ ഉയരില്ലെന്നാണ് പ്രതീക്ഷയെന്നും ഇമാൻ പറഞ്ഞു. പുരുഷ ക്രോമസോമുകൾ, അതായത് XY ഉള്ള താരമാണെന്ന് ആരോപിച്ച് രാജ്യാന്തര ബോക്സിംഗ് അസോസിയേഷൻ കഴിഞ്ഞ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇമാന്
വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇമാൻ വനിതാ ബോക്സിംഗിൽ മത്സരിക്കുന്നതിനെതിരെയായിരുന്നു വിദ്വേഷ പ്രചരണം. IBAക്ക് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റി IOC നേരിട്ടാണ് ഒളിമ്പിക്സിലെ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇമാനെതിരെ IBAയുടെ നടപടിയും ഒളിമ്പിക്സ് അധികൃതർ അംഗീകരിക്കുന്നില്ല. താൻ സ്ത്രീയായി ജനിച്ച് സ്ത്രീയായി വളർന്ന വ്യക്തിയാണെന്ന് ഇമാൻ പറഞ്ഞു. വ്യക്തി എന്ന തൻ്റെ അന്തസ്സും സൽപ്പേരുമാണ് എല്ലാറ്റിനും മുകളിലെന്ന സന്ദേശമാണ് താൻ IBAക്ക് നൽകുന്നതെന്നും താരം വ്യക്തമാക്കി. വെൽട്ടർ വെയ്റ്റിൽ ഇമാൻ്റെ ആദ്യ എതിരാളിയായ ഇറ്റലിയുടെ അഞ്ജലീന കരീനി 46 സെക്കൻഡുകൾക്കകം പിന്മാറിയതോടെയായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. അന്ന് അഞ്ജലീന കരീനി പറഞ്ഞത് താനൊരു പുരുഷനോടാണ് മത്സരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു പിന്മാറുന്നു എന്നായിരുന്നു. ഏതായാലും അന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ഇമാൻ ഖലീഫിനി ഇപ്പോൾ ബോക്സിംഗിൽ സ്വർണം കിട്ടിയിരിക്കുന്നു. മുദ്രാവാക്യം പ്രദർശിപ്പിച്ചു. അഭയാർത്ഥി താരത്തിന് അയോഗ്യത എന്നൊരു വാർത്ത കൂടിയുണ്ടിതിൽ. പാരീസ് ഒളിമ്പിക്സ് ബ്രേക്കിംഗ് മത്സരത്തിന് പിന്നാലെ മുദ്രാവാക്യം എഴുതിയ മേൽക്കുപ്പായം പ്രദർശിപ്പിച്ചതിന് അഭയാർത്ഥി താരത്തിന് അയോഗ്യത. അഫ്ഗാനിസ്ഥാൻ വംശജയായ മനീഴ തലാഷ് ആണ് അഫ്ഗാൻ വനിതകൾക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നെഴുതിയ കുപ്പായം പ്രദർശിപ്പിച്ചത്. രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും ചിഹ്നങ്ങളും ഒളിമ്പിക്സ് വേദിയിൽ പ്രദർശിപ്പിക്കരുത് എന്ന ചട്ടം ലംഘിച്ചതിനാണ് തലാഷിന് അയോഗ്യത വന്നത്. ഗസയിൽ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ബോംബിട്ടു. 100-ലേറെ മരണം. ഗസയിൽ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിൽ ഇസ്രായേൽ ബോംബിട്ട് 100-ലേറെ പേരെ കൊലപ്പെടുത്തി. മധ്യ ഗസയിലെ തബീൻ സ്കൂളിലാണ് മുന്നറിയിപ്പില്ലാതെയുള്ള ആക്രമണം. 6000-ഓളം അഭയാർത്ഥികളാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. 47 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. മരണസംഖ്യ ഉയർന്നേക്കും. 35 മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിപ്പോയി. പ്രഭാത നമസ്കാരം നിർവഹിക്കുന്നവർക്കും ഉറങ്ങിക്കിടക്കുന്നവർക്കും മേലാണ് ബോംബ് പതിച്ചത്. താഴെ നിലയിൽ നിസ്കാരമുറിയും മുകളിൽ ക്ലാസ് മുറികളുമായിരുന്നു. ഇവിടെ 3 മിസൈൽ പതിച്ചു. കൊല്ലപ്പെട്ടവരിലും പരിക്കേറ്റവരിലും അധികവും സ്ത്രീകളും കുട്ടികളുമാണ്. ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഇസ്രായേൽ സ്കൂളിൽ ഹമാസിൻ്റെ കമാൻഡ് സെൻറ്റർ പ്രവർത്തിച്ചിരുന്നതായി ആരോപിച്ചു. എന്നാൽ ഹമാസ് ഇത് നിഷേധിച്ചിട്ടുണ്ട്. ഗസയിലെ ഏതാണ്ട് എല്ലാ സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പുകളാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള 564 സ്കൂളുകളിൽ 477 എണ്ണത്തിനും ഇസ്രായേൽ ആക്രമണത്തിൽ കേടുപാട് പറ്റിയിട്ടുണ്ട്. UN-ഉം വിവിധ രാജ്യങ്ങളും ആക്രമണത്തെ അപലപിച്ചു. സമീപ ദിവസങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനുമായി മധ്യസ്ഥ ചർച്ച പുനരാരംഭിക്കാൻ അമേരിക്കയും ഖത്തറും ഈജിപ്തും വീണ്ടും ശ്രമം ആരംഭിച്ചതിനിടെയാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത്. സമാധാന ചർച്ച തകർക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ആക്രമണമെന്ന് വിവിധ രാജ്യങ്ങൾ ആരോപിച്ചു. ഇന്ത്യ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണെന്ന് മാലദ്വീപ് പ്രസിഡന്റ് പറയുന്നു. കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ മാലദ്വീപിൽ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എന്ന് മാധ്യമം എഴുതിയിട്ടുണ്ട്. പിന്നെ സംസ്ഥാന വിദേശകാര്യമന്ത്രി ഇല്ലല്ലോ. മാലി. ഇന്ത്യ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിലൊരാളും ആവശ്യമുള്ളപ്പോഴെല്ലാം സഹായിച്ച വിലമതിക്കാനാവാത്ത പങ്കാളിയുമാണെന്ന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു പറഞ്ഞു. ഇന്ത്യയുടെ സഹായത്തോടെ മാലദ്വീപിലെ 28 ദ്വീപുകളിൽ പൂർത്തീകരിച്ച ജലവിതരണ മലിനജല സംസ്കരണ സൗകര്യങ്ങൾ കൈമാറുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം ശക്തിപ്പെടുത്താൻ തൻ്റെ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3 ദിവസത്തെ സന്ദർശനത്തിന് മാലദ്വീപിലെത്തിയ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ A. ജയശങ്കറും ചടങ്ങിൽ സംബന്ധിച്ചു. ഇരുവരും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിലൂടെ അധികാരത്തിലെത്തിയ മുയ്സു ചൈനയോട് കൂടുതൽ അടുക്കുകയും ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സമീപകാല നിലപാടുകളിൽ മാറ്റമുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണം കുത്തനെ കനത്ത തിരിച്ചടിയായ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലപാട് മാറ്റം എന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ UPI സ്വീകരിച്ച് മാലി. പണം ഉടൻ കൈമാറാൻ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് UPI സർവീസ് മാലദ്വീപിൽ സേവനം തുടങ്ങുന്നു. ഇത് സംബന്ധിച്ച് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും മാലദ്വീപിലെ സാമ്പത്തിക വികസന വാണിജ്യ മന്ത്രാലയവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അറിയിച്ചു. മാലദ്വീപിൻ്റെ വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിൽ UPIക്ക് വലിയ പങ്കുവഹിക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി മാലദ്വീപിൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനാണ് ജയശങ്കർ. ചൈന അനുഭാവിയായ മുഹമ്മദ് മുയ്സു വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഉന്നതതല സന്ദർശനമാണിത്. ഇന്ത്യ എന്നും മാലദ്വീപിൻ്റെ അടുത്ത സുഹൃത്തും വികസന പങ്കാളിയുമാണെന്ന് മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ പറഞ്ഞു. കൊറിയയിൽ വീണ്ടും ബലൂൺ യുദ്ധം. ദക്ഷിണ കൊറിയയിലേക്ക് ചപ്പുചവർ നിറച്ച ബലൂൺ പറത്തി ഉത്തര കൊറിയ. സിയോൾ.
ചപ്പുചവറുകളും തുണി അവശിഷ്ടങ്ങളും സിഗരറ്റ് കുറ്റികളും നിറച്ച 200-ലധികം ബലൂണുകൾ ദക്ഷിണ കൊറിയയിലേക്ക് പറത്തിവിട്ട് ഉത്തര കൊറിയ. ഉത്തര കൊറിയ വിരുദ്ധ ലഘുലേഖകൾ വടക്കൻ ഭാഗത്തേക്ക് പറത്തിവിട്ട ദക്ഷിണ കൊറിയൻ സിവിൽ ആക്ടിവിസ്റ്റുകൾക്ക് മറുപടിയായാണ് ഉത്തര കൊറിയയുടെ നടപടി. ആളപായമോ വസ്തുവകകൾക്ക് നാശനഷ്ടമോ ഉണ്ടായതായി റിപ്പോർട്ടുകൾ ചെയ്തിട്ടില്ല. സോളിൻ്റെ വടക്ക് ഭാഗത്തേക്കും കാറ്റിന് ബലൂണുകൾ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ദക്ഷിണ കൊറിയൻ സംയുക്ത സൈനിക മേധാവി പ്രതികരിച്ചു. കഴിഞ്ഞ മാസം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിൻ്റെ വസതിയുടെ മുറ്റത്ത് ബലൂൺ വീണത് ആശങ്ക പടർത്തിയിരുന്നു. അതിലും ചപ്പുചവറുകളായിരുന്നു ഉണ്ടായിരുന്നത്. ദക്ഷിണ കൊറിയയുടെ പ്രവിശ്യൻ ഭരണകൂടങ്ങൾ ജനങ്ങളോട് ആകാശത്ത് നിന്ന് വീഴുന്ന വസ്തുക്കളെക്കുറിച്ച് ജാഗ്രത പാലിക്കാനും ബലൂണുകൾ കണ്ടാൽ സൈന്യത്തെയോ പോലീസിനെയോ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടു. ദീർഘനാളായി ഇരു കൊറിയകളും നല്ല ബന്ധത്തിലല്ല. ജപ്പാൻ, US എന്നിവയുമായി ചേർന്ന് ദക്ഷിണ കൊറിയ സൈനികാഭ്യാസം നടത്തുന്നതാണ് ഉത്തര കൊറിയയെ പ്രകോപിപ്പിച്ചത്. ദക്ഷിണ കൊറിയ നിരന്തരം ആയുധ പരീക്ഷണം നടത്തുന്നതും പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നതും ഉത്തര കൊറിയ നിരന്തരം ആയുധ പരീക്ഷണം നടത്തുന്നതും പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നതും ദക്ഷിണ കൊറിയയ്ക്ക് മനോവസരമുണ്ടാക്കുന്നു. ഉപരോധം നേരിടുന്ന ആണവ പദ്ധതി തലവനെ നിയമിച്ച് ഇറാൻ. തെഹ്റാൻ. ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധം നേരിടുന്ന മുഹമ്മദ് ഇസ്ലാമിയെ ആണവ പദ്ധതിയുടെ തലവനായി നിയമിച്ച് ഇറാൻ. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഇറാൻ്റെ ആണവ പദ്ധതിയുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാരോപിച്ച് 2008 ഐക്യരാഷ്ട്രസഭ ഇദ്ദേഹത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് ഇറാനിലെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെൻറ്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലവനായിരുന്നു അന്ന് ഇറാനിലെ ഡിഫൻസ് ഇൻഡസ്ട്രീസ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലവനായിരുന്നു മുഹമ്മദ് ഇസ്ലാമി. US-ലെ മിഷിഗണിലെ ട്രിഡ്രോയിഡ് സർവകലാശാലയിൽ നിന്നും ഒഹായോയിലെ ടോളിഡോ സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയ സിവിൽ എഞ്ചിനീയറാണ് മുഹമ്മദ് ഇസ്ലാമി. വർഷങ്ങളോളം ഇറാനിൻ്റെ സൈനിക വ്യവസായത്തിൽ പ്രവർത്തിച്ച പരിചയമുണ്ട് 67-കാരനായ ഇസ്ലാമിക്ക്. 2021 മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസി അദ്ദേഹത്തെ ആദ്യമായി ഇറാൻ്റെ ആണവ വകുപ്പിൻ്റെ മേധാവിയായി നിയമിച്ചത്. 2018 മുതൽ മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ ഭരണത്തിൽ ഗതാഗത നഗരവികസന മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആണവ പദ്ധതി നിർത്തിവെക്കാനുള്ള കരാർ തകർന്നതോടെ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാൻ്റെ മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. 2015 കരാറിൻ്റെ പരിധിക്കപ്പുറം ആണവ പ്രവർത്തനങ്ങൾ ഇറാൻ ശക്തമാക്കുകയാണെന്ന് US-ഉം ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും ആരോപിക്കുന്നു. എന്നാൽ ആണവ പദ്ധതി സമാധാനപരമാവും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുമാണെന്നാണ് ഇറാൻ്റെ വിശദീകരണം. ഏതായാലും ഇറാൻ്റെ ആണവ പദ്ധതിക്ക് മുഹമ്മദ് ഇസ്ലാമി വീണ്ടും തലവനായി വന്നിരിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നാളത്തെ വാർത്തകൾ നാളെ കേൾക്കാം. നന്ദി.